നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാമരാമ പാടിയാൽ രാമരാജ്യമാകുമോ എന്ന് ചോദിച്ച ടീംസ് അല്ലേ ഇവർ. ഇതിനി സത്യമാണോ അതോ എഡിറ്റിംഗ് ആണോ എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. സൈബർ ഇടത്തിൽ വൻ ട്രോൾ ആകുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. ഡിവൈഎഫ്ഐക്കാരെ വാരി അലക്കി ഉടുക്കുകയാണ്. ഇതാണ് ആ ചിത്രം. നിലപാടില്ലാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അത് ഉറപ്പായും കമ്മികളായിരിക്കും. 10 വോട്ടിന് ആരുടെയും കാല് നക്കും. പാർട്ടിയുടെ പ്രത്യയ ശാസ്ത്രം പോലും അടിയറവ് വയ്ക്കും. രാംലല്ല എന്ന് കേട്ടാലേ കൊടുവാളെടുത്തിരുന്ന സംഘമാണ് ഇന്നിപ്പോൾ വില്ലുകുലച്ച് നിൽക്കുന്ന രാമന്റെ ചിത്രം വെച്ച് ഫ്ലെക്സ് അച്ചടിച്ചിരിക്കുന്നത്. അതും താഴെ ഡിവൈഎഫ്ഐ എന്ന് വലിപ്പത്തിൽ കൊടുത്തിട്ടുമുണ്ട്. ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ഫ്ലെക്സ്. അല്ല, എന്നു മുതലാണ് സഖാക്കൾ ക്ഷേത്രോത്സവങ്ങൾക്ക് ഫ്ലെക്സ് വെച്ച് തുടങ്ങിയത്? ഭക്തി എന്ന് കേട്ടാലേ കൊടി കെട്ടി ഇറങ്ങുന്ന ഐറ്റങ്ങളായിരുന്നു. രാമന്റെ ചിത്രം വെച്ച് പോസ്റ്ററും ഒട്ടിച്ച് ക്ഷേത്രോത്സവം കളറാക്കാൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് എം വി ഗോവിന്ദന്റെ പ്രത്യേക ക്ലാസ് ആയിരിക്കും. അമിതമായ ഹിന്ദു വിരോധം പ്രകടിപ്പിച്ചാൽ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായി തുടങ്ങി. ഇതാണോ BJPയെ ഒതുക്കാനുള്ള പ്ലാൻ ബി? സംഘികളെക്കാൾ വലിയ സംഖ്യയാകാനുള്ള തിരക്കിലാണ് ഇപ്പോൾ CPM. എല്ലാം അടവ് നയത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി. ചുവപ്പ് കാവിയിൽ ലയിക്കുന്നുവെന്നാണ് ട്രോള് വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരത്തിന് രാമനെ കാണിച്ചപ്പോൾ ഹാലിളകിയവരല്ലേ, എന്നിട്ടിപ്പോൾ എന്തേ രാമസ്നേഹമെന്ന് ചോദ്യം വരുന്നു. നിങ്ങൾ മതങ്ങളിലേക്ക് പടരുമ്പോൾ ഞങ്ങൾ കേരളത്തിലേക്ക് ചുരുങ്ങും. പിന്നെ ഞങ്ങൾ മതങ്ങളിലേക്ക് വളരും. കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മഷിയിട്ട് നോക്കിയാലും കണ്ടില്ലെന്ന് വരും. അങ്ങനെ വലിയ ട്രോളാണ് വരുന്നത്. രാംലല്ലയുടെ വലിയ ഒരു ഫോട്ടോ പതിച്ച ടീഷർട്ട് സഖാക്കൾ പാർട്ടി ആഫീസ് തോറും വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് മറ്റൊരു ട്രോള്. ഇതൊക്കെ ഇവർ ഇരന്ന് വാങ്ങുന്നതാണ്. സംഭവം ട്രോളാകുന്നതോടെ സൈബർ കൂട്ടം ന്യായീകരണവും ക്യാപ്സൂളും ഒക്കെ ഇറക്കുന്നുമുണ്ട്. അതെന്താ, സംഘികളുടെ വകയാണോ രാമൻ? കമ്മ്യൂണിസ്റ്റുകൾക്ക് ഭക്തി പാടില്ലേ എന്നാണ് ചോദ്യം. പാടില്ലെന്ന് ആരും പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് കോന്നി MLA ജനീഷ് കുമാറിനോട് ക്ഷേത്ര ദർശനം നടത്തിയതിന് വിശദീകരണം ചോദിച്ചതെന്ന് ചോദ്യം വരുന്നു. പിന്നെ പണ്ടൊരു പൂമൂടൽ നടത്തിയതിന്റെ പുകിലൊന്നും ഓർമ്മിപ്പിക്കരുത്. ഭക്തി ഇല്ലെന്ന് പറയുന്നത് നിങ്ങളാണ്, ഒളിഞ്ഞും തെളിഞ്ഞും അത് കാണിക്കുന്നത് നിങ്ങളാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക, ഏതേലും ഒരു നിലപാട് പറയുക. അതാണ് സാറേ മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ ഡബിൾ ഡാഡി സിൻഡ്രോം കാണിച്ചാൽ ആരായാലും എടുത്തിട്ട് കൊടുക്കും. മറ്റൊരു വെളുപ്പിക്കൽ വന്നത്, കാണുമ്പോൾ ബഹുമാനവും സ്നേഹവും ആദരവും തോന്നുന്ന ശ്രീരാമനെ തിരിച്ചു തന്ന ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ്. എന്തഭിനന്ദനം? അയോധ്യയിൽ ബാബറി മസ്ജിദിന്റെ പേരിൽ കരയുന്നതും ഇവർ, അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലെ രാമനെ കൊണ്ടുവച്ചതും ഇവർ. ഇത് പള്ളിപ്പറമ്പിലെ രാമനാണെന്ന് കരഞ്ഞത് ഇവർ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇത് രാംലല്ലയാണെന്ന് പറയുന്നതും ഇവർ തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്നത്? ഭക്തി എന്ന് കേട്ടാൽ പണ്ട് കൊടിയെടുത്ത ആൾക്കാർ ഇപ്പോൾ വെളിച്ചത്ത് വന്ന് തന്നെ അമ്പലപ്പറമ്പുകളിൽ കൊണ്ടുപോയി ഫ്ലെക്സ് വെക്കുകയാണ്. ഒരു വഴിക്കൂടെ രാമന്റെ പേരിൽ അടി ഉണ്ടാക്കും, മറ്റൊരു വഴിക്കൂടെ രാമഭക്തിയും. ലേശം ഉളുപ്പില്ലേ ചങ്ങായിമാരെ? നിങ്ങൾക്കും വിശ്വാസവും ഒക്കെ ആകാം. ആരുടെയും വിശ്വാസത്തിൽ നമ്മൾ കടന്നു കയറുന്നില്ല, ആരുടെയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ ചോദ്യം ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്. ഇതേ ഭക്തിയുടെ പേരിൽ കുറെ മനുഷ്യരെ തമ്മിൽ തല്ലിച്ചിട്ട് മാറി നിന്ന് കൈകൊട്ടി ചിരിച്ചിട്ട് വോട്ട് ബാങ്കിന് കളമൊരുക്കുന്ന നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരോട് മറ്റെന്ത് പറയാനാണ്? അയോധ്യയിലെ രാമൻ ആരുടെയും സ്വന്തമല്ല, ഒരു രാഷ്ട്രീയക്കാരൻ്റെയും. അത് കോൺഗ്രസിൻ്റെതാണേലും BJPയുടേതാണേലും CPMൻ്റെതാണേലും ആരുടെയും സ്വന്തമല്ല. ഈ നാട്ടിലെ വിശ്വാസികളുടെ രാമനായിരിക്കാം അത്. രാമനായിരിക്കാമെന്നല്ല, വിശ്വാസികളുടെ രാമനാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ. എന്നാൽ ഈ വിശ്വാസങ്ങളെ എല്ലാം മുതലെടുത്തുകൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതും സ്നേഹത്തോടെ കഴിയുന്ന മനുഷ്യരെ കുത്തിത്തിരിപ്പുണ്ടാക്കി കലാപത്തിലേക്ക് ഇറക്കി വിടുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇമാതിരി പണി കാണിക്കുമ്പോഴാണ് ചോദ്യം ചെയ്തു പോകുന്നത്. ഏതെങ്കിലും ഒരു നിലപാട് പറയുക.